പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് കൃപാവരങ്ങളാൽ നിറച്ച് സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടലിലൂടെ ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഈ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവിടെ മക്കളെ വിടുവിക്കണമേ. ഇവിടെ വേദനകളില്, രോഗപീഠകളില്, ഞെരുക്കങ്ങളില്, തകർച്ചകളില് അങ്ങയുടെ കുരിശു മനഃശക്തിയാൽ അങ്ങ് അതിശക്തമായി ഇടപെടണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ കുരിശുമരണത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന രക്ഷ അതിന്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കിയെടുക്കാൻ നമുക്കിടയാകണം. അതിടയാകാത്തിടത്തോളം കാലം നമുക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ലോകത്തിനോ യഥാർത്ഥമായ നിലനിൽക്കുന്ന രക്ഷയും സമാധാനവും കൈവരിക്കുവാൻ ആകത്തില്ല. ഇതിനെക്കുറിച്ച് പൗലോസ്ലീഹ ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വചനം നമുക്ക് പറയുന്നുണ്ട്. കൊളോസോസ്കാർക്ക് ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 14-15 2 വചനം അവിടെ പറയണ്, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയമാഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായിട്ട് അവഹേളനാപാത്രമാക്കി. ഈ 2 വചനങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ശരിക്കും എടുത്ത് ധ്യാനിച്ച് കുരിശിലെ ബലിയുടെ കുർബാനയുടെ ശക്തിയിൽ അത് അവകാശപ്പെട്ട് നമ്മൾ സ്വന്തമാക്കണം. എന്താണ്? നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ നിയമങ്ങളെ കുറിച്ചും അത് ദോഷകരമായിട്ട് നമുക്ക് ദോഷകരമാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട പാപത്തിന്റെ വേദനം, മരണ നിയമം, ശാപങ്ങൾ അതിന്റെ നിയമം, കടങ്ങൾ അതിന്റെ നിയമം, ഇതൊക്കെ നമുക്ക് ദോഷകരമാണ്. അതിനെല്ലാം ഈശോ ചെയ്ത് അവൻ മായിച്ചു കളഞ്ഞു. അങ്ങനെ അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ചെയ്ത പ്രവൃത്തി എന്ന് പറയാ, അതിലൂടെ പിശാചിന് ലഭിച്ച ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. എന്നിട്ട് കുരിശിൽ അവയുടെ മേൽ വിജയം. എന്തിന്റെ മേൽ വിജയം? പാപത്തിന്റെ മേൽ വിജയം, ശാപത്തിന്റെ മേൽ വിജയം, മരണത്തിന്റെ മേൽ വിജയം, കടങ്ങളുടെ മേൽ വിജയം വരിച്ചുകൊണ്ട് അവയെ പരസ്യമായിട്ട് അവഗണന മാത്രമാക്കി. ഇതാണ് മക്കളെ കർത്താവിന്റെ കുരിശിലെ ബലി. ആധിപത്യങ്ങൾ, അധികാരം, നിങ്ങളൊരേ ഓർത്തോ, നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും സംഭവിക്കുന്ന ഓരോ പാപത്തിലൂടെയും ഓരോ പ്രമാണ ലംഘനത്തിലൂടെയും അതിലേക്ക് നമ്മൾ വരുന്ന പിശാചിന് നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും നിയമപരമായ അവകാശങ്ങൾ കിട്ടുന്നുണ്ട്. എപ്പോഴും പറയാറുണ്ടല്ലോ, ലീഗൽ ക്ലെയിം ഓഫ് സൈറ്റൻ, പാപത്തിലൂടെ. അതുകൊണ്ട് ഗബ്രിയേൽ അമോർത്തച്ഛൻ, നമ്മുടെ റോമിന്റെ ഒഫീഷ്യൽ ഔദ്യോഗിക ബഹിഷ്കരണം ചെയ്തിരുന്ന ഭൂതോച്ചാടകനായ മരിച്ചുപോയ ഗബ്രിയേൽ അമോർത്തച്ഛൻ പറഞ്ഞുണ്ട്, ഒരു നല്ല കുമ്പസാരം 1000 ഭൂതോച്ചാടനത്തെക്കാൾ ശക്തമാണ്. കാരണം കുമ്പസാരത്തിലൂടെ പാപത്തിന്റെ അവസ്ഥ വിട്ടുപോകും. പാപം വിട്ടുപോയാൽ പിന്നെ പിശാചിന് നിയമപരമായ അവകാശമില്ല, അവൻ വിട്ടുപോയേ പറ്റൂ. അതുകൊണ്ട് നല്ല കുമ്പസാരം നടത്തിയാൽ പിന്നെ പിശാചിന് അവകാശമില്ല, ഒരാധിപത്യം ഇല്ല, ഒരധികാരമില്ല. അതെല്ലാം അവിടുന്ന് കുരിശിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ അവസാനിപ്പിച്ച കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതകൾ കുമ്പസാരത്തിലൂടെ നമ്മൾ സ്വന്തമാക്കി ഈ ബലി അർപ്പിക്കുമ്പോ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം. എന്റെ മക്കളെ, നമ്മുടെ വിജയം കുരിശിലാണ്. നമ്മൾ പാപികളാണ്, നമ്മുടെ മേൽ ശാപങ്ങളുണ്ട്, നമ്മുടെ മേൽ കടങ്ങളുണ്ട്, നമ്മുടെ മേൽ പിശാചിന് അധികാരം കിട്ടിയിട്ടുണ്ട്.
നമ്മളീ നാളെ മുതൽ അതിനെ കുറിച്ച് കുറച്ച് കാണും. അതിനെല്ലാം അവൻ പരാജയപ്പെടുത്തി. പരസ്യമായിട്ട്, രഹസ്യമായിട്ടില്ല, പരസ്യമായിട്ട് കുരിശിൽ കിടന്നു വിളിച്ച് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു, എല്ലാം പൂർത്തിയാക്കി. പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ വീട്ടി, സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ് പരസ്യമായിട്ട് അവയെ അവഹേളന മാത്രമാക്കി വിജയം വരിച്ചു. ഈ വിജയമാണ് മക്കളെ വിശുദ്ധ കുർബാന. ഇവിടെ നമുക്ക് വിജയമുണ്ട്. നിങ്ങളൊരു കാര്യം ഓർത്തോ, നമ്മുടെ വിജയം, ഈ ലോകത്തിന്റെ വിജയം അടങ്ങിയിരിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ട് ഈ തിരുഹൃദയം നമുക്ക് വേണ്ടി ഞാൻ വിശുദ്ധ ദിവ്യ കാരുണ്യമായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ ഈശോ തന്നെ തരുമ്പോ ആ ഹൃദയത്തെ കീറി മുറിച്ച്, അത് മരിച്ച യുവാവിന്റെ അല്ല, ജീവിക്കുന്ന യുവാവിന്റെ ഹൃദയത്തിന്റെ ഭാഗം യേശുവിന്റെ ഹൃദയം നൽകി. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നമ്മെ വീണ്ടെടുക്കാനാ, നമ്മെ രക്ഷിക്കാനാ, നമ്മെ യഥാർത്ഥമായ വിമോചനത്തിലൂടെ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, വിജയത്തിലേക്ക് നയിക്കാനാ. ആ വിജയം കർത്താവ് വരിച്ചത് കുരിശിൽ. അവയുടെ മേൽ വിജയം നിസ്സാരമല്ല മക്കളെ, നിസ്സാരമല്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഈ വിജയത്തിന്റെ ആഘോഷത്തിലേക്ക് വരാൻ നമുക്കിടയാകണം. അതിലേക്കാണ് കർത്താവ് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ തിരുഹൃദയ മാസത്തില് കർത്താവ് വലിയ വിജയാനന്ദത്തിലേക്ക്, വിജയാരവത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുമ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ പാപങ്ങളെ വിട്ടുപേക്ഷിക്കണം. ആ വിജയം നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ. ദൈവരാജ്യം, ഇതാണ് ദൈവരാജ്യം. പാപത്തിന്റെ രാജ്യത്തെ, സാത്താന്റെ ആധിപത്യങ്ങളെ, അവന്റെ അധികാരങ്ങളെ, അവന്റെ ആധിപത്യങ്ങൾ അവസാനിപ്പിച്ചപ്പോ അവന്റെ രാജ്യം തകർക്കപ്പെട്ടു. അവിടെ ദൈവരാജ്യം സംസ്ഥാപിതമാക്കപ്പെട്ടു. ഇതിലേക്ക് വരാൻ മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം, അനുദപിക്കണം, തിരിച്ചു വരണം ഈ കുരിശിലെ ബലിയിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക്. ഇന്ന് കുർബാന വിട്ടുപോയ മക്കള്, ദേവാലയം വിട്ട് പടിയിറങ്ങിപ്പോയ മക്കള്, ദിവികാരന് വിട്ട് പടിയിറങ്ങിപ്പോയ മക്കള്, സഭ അധികാരികള്, വൈദികര്, സന്യസ്തര്, സമർപ്പിതര് ഇന്ന് ലോകത്തെ നാശത്തിലേക്ക് നയിക്കുന്നു എന്നല്ലാതെ രക്ഷാനുഭവത്തിലേക്ക് നയിക്കുന്നില്ല എന്ന സത്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ മേഖലയിലെ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് വരിച്ച വിജയം അത് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും. ദിവ്യ കാരുണ്യമായി വിജയം ഭരിച്ച കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ കർത്താവിങ്കിൽ നിന്ന് അതെല്ലാം നേടിയെടുക്കാൻ, അത് അവകാശപ്പെട്ട് സ്വന്തമാക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രം മതി. വിജയം നമുക്കും സുനിശ്ചിതം. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളാരും നശിച്ചു പോകാതെ, ഞങ്ങളാരും തോറ്റു പോകാതെ, ഞങ്ങളാരും ഒരു കെണിയിലോ ഒരു പിശാചിന്റെ ആധിപത്യത്തിലോ അധികാരത്തിലോ പെട്ട് നശിച്ച് പോകാതെ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ അവസ്ഥയിലൊക്കെ ആയിരുന്നിട്ടും അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കുരിശിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് അങ്ങയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ദോഷകരമായി നിന്ന എല്ലാ ലിഖിത നിയമങ്ങളെയും അങ്ങ് മായ്ച്ചു കളഞ്ഞല്ലോ കർത്താവേ. കുരിശിൽ തറച്ച് അവയുടെ മേൽ അങ്ങ് വിജയം ആഘോഷിച്ചു, നിഷ്കാസനം ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ അവിടുന്ന് നിരായുധമാക്കിയിട്ട് കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ച് കർത്താവേ, പരസ്യമായിട്ട് അവയെല്ലാം അവിടുന്ന് അവഹേളന മാത്രമാക്കി. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങൾക്ക് വേണ്ടി വിജയം നേടിത്തന്ന അങ്ങയുടെ കരുണയുടെ മുമ്പിലായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിച്ചിരിക്കുമ്പോ അതിനനുസരിച്ച് മാനസാന്തരപ്പെട്ട് അങ്ങയുടെ രാജ്യം അങ്ങ് സംസ്ഥാപിതമാക്കി സ്ഥാപിച്ച ആ ദൈവരാജ്യം അങ്ങ് വിജയം വരിച്ചു. പാപത്തിന്റെ രാജ്യത്തിന്റെ മേൽ, ശാപത്തിന്റെ രാജ്യത്തിന്റെ മേൽ, മരണത്തിന്റെ രാജ്യത്തിന്റെ മേൽ, പിശാചിന്റെ സാമ്രാജ്യത്തിന്റെ മേൽ അങ്ങ് വിജയം വരിച്ചു. ആ വിജയം ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സഭയെ സമർപ്പിക്കുന്നു, പൗരോഹിത്യ സന്യാസ സമർപ്പണ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് വരിച്ച വിജയം ആഘോഷിക്കാൻ വേണ്ടി കർത്താവെ, അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്ന വിശുദ്ധ കുർബാനയിലേക്ക്, ദിവ്യ കാരുണ്യത്തിലേക്ക് വലിയ തിരിച്ചറിവോടെ, വലിയ ദാഹത്തോടെ അങ്ങയുടെ മക്കൾ ഓടി അണയട്ടെ കർത്താവെ.
കുരിശിൽ അങ്ങ് വരിച്ച വിജയം, ആ വിജയം സ്വന്തമാക്കി ആഘോഷിക്കാൻ കർത്താവേ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് ഇടയാകട്ടെ. അവിടെയാണല്ലോ കർത്താവേ വിജയം, രക്ഷ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സന്നിധിയിലേക്ക് കടന്നു വാ. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക, നമ്മുടെ മക്കളെല്ലാവരെയും സമർപ്പിക്കുക. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ എത്രയോ വലുത്, അങ്ങയുടെ കാരുണ്യം എത്രയോ വലുത്. ഞങ്ങൾക്ക് നിശ്ചയിക്കാനോ നിർണയിക്കാനോ പറ്റാത്ത വിധം അത്രമാത്രം വലിയ കാരുണ്യമാണല്ലോ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്നത്. അത് അവസാനിക്കാത്ത കരുണയായിട്ട് ലോകാവസാനം വരെ ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ അങ്ങ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ എപ്പോഴും അങ്ങുണ്ട്. കർത്താവേ, അങ്ങേ സ്വന്തമാക്കാൻ, അങ്ങ് വരിച്ച വിജയം സ്വന്തമാക്കി ആഘോഷിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. എല്ലാ അവസ്ഥകളെയും കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കുക. മക്കളെ, വിജയം വരിച്ച കർത്താവാണ് ദിവ്യകാരുണ്യേശോ. പാപത്തിന്റെ മേൽ, ശാപത്തിന്റെ മേൽ, മരണത്തിന്റെ മേൽ, കടങ്ങളുടെ മേൽ, സാത്താന്റെ മേൽ വിജയം വരിച്ച കർത്താവാണ് ദിവ്യകാരുണ്യേശോ. ഇവിടെ നമുക്ക് വിജയമുണ്ട്, ഇവിടെ നമുക്കും വിമോചനമുണ്ട്, ഇവിടെ നമുക്ക് രക്ഷയുണ്ട്. ഇവിടെ രക്ഷയുള്ളൂ, വിമോചനമുള്ളൂ, സ്വാതന്ത്ര്യമുള്ളൂ. എല്ലാം സമർപ്പിച്ച മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഓരോ മേഖലകൾക്കും വേണ്ടി ഈ വിജയം ഈശോയോട് ചോദിച്ചു വാങ്ങിക്കും. മക്കളെ, ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന ഈ സമയത്ത് ഏറ്റവും ദാഹത്തോടു കൂടി പ്രാർത്ഥിച്ചോ. കർത്താവെ, അങ്ങ് നൽകി അനുഗ്രഹിക്കണം അങ്ങയുടെ മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, എല്ലാ വരങ്ങളും കൃപകളും ചൊരിഞ്ഞ് അങ്ങ് വരിച്ച വിജയം എല്ലാ മക്കളിലേക്കും ചൊരിഞ്ഞുകൊണ്ട് ഈ ആശീർവാദത്തിലൂടെ കർത്താവിന്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേൽ ആ വിജയത്തിന് ശക്തി പ്രകടമാക്കണമേ. ഈ ആശീർവാദത്തിലൂടെ കരങ്ങൾ വിരിച്ച് ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചോ മക്കളെ. ഈശോദ തരുന്നു. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ കരുണയാണല്ലോ കർത്താവെ ഈ കുരിശിലെ വിജയം. അത് സ്വന്തമാക്കേണ്ട പോലെ സ്വന്തമാക്കിയെടുക്കാൻ അങ്ങയുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ.